ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് ഷീസ് പാർക്കിലേക്കാണ്. ഷീസ് പാർക്കിലേക്ക് പോകുന്നത് കോർഫക്കാനിൽ നിന്ന് ഷാർജയ്ക്ക് പോകുന്ന റൂട്ടാണ്. ആ റൂട്ടിൽ കോർഫക്കാൻ ടൗണിൽ നിന്ന് കോർണിഷിലേക്ക് തിരിയാതെ ലെഫ്റ്റ് തിരിഞ്ഞ് പോരുമ്പം നമുക്ക് അവിടെ ടൂറിസ്റ്റ് എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷീസ് പാർക്കിൽ എത്തിയിട്ടുണ്ട്. 4 എൻട്രി ടിക്കറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ എൻട്രി ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് വരുമ്പോൾ കാണുന്ന ഫസ്റ്റ് വ്യൂ ഇതാണ്. ഇറ്റ്സ് വെരി അമേസിങ് ഗൈസ്. ഭയങ്കര കൂളാണ്. ഒറിജിനൽ വാട്ടർഫോൾസ് അല്ല, ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ. അവിടുന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ ഈ ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസ് ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു വാട്ടർഫോൾസാണ്. ഭയങ്കര കൂളാണ് കേട്ടോ അവിടെ നിൽക്കാൻ. അതുപോലെ തന്നെ ഇവിടെ വോക്ക് വേ ഉണ്ട്, കുറച്ച് ദൂരം വരെ ഉണ്ട്. റെസ്റ്റ് ഏരിയയുടെ അടുത്താണത്. ഈ ഷീസ് പാർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം കല്ലാണ്, പാറക്കല്ലുകളാണ്. കാരണം ഇത് മലയുടെ നടുക്കാണ്. അപ്പോൾ ആ ഒരു ആംബിയൻസ് കളയാതെ തന്നെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ളൊരു പാർക്കാണിത്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കാനുള്ള, പാരൻസിന് റെസ്റ്റ് എടുക്കാനുള്ള ഏരിയയും അവിടെ ഉണ്ട്. ഈ പാറയ്ക്കിടയിലും അവർ ഇത്ര ഭംഗിയായിട്ട് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ റോക്സ് എല്ലാം പല പല ഷേപ്പിൽ, പല ഡിസൈനിൽ അത് വാട്ടറെല്ലാം അതിൻ്റെ മേലുള്ള വാട്ടർ ഫൗണ്ടെയിൻ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് കേസ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഒത്തിരി ഡിസൈൻസ് അല്ല, പക്ഷേ നല്ലൊരു ഭംഗിയാണ്. അതുപോലെ തന്നെ ഈ സ്റ്റോൺസ് എല്ലാം, ഈ റോക്സ് എല്ലാം അടക്കി വെച്ചിരിക്കുന്നത് അത് ഒത്തിരി ഭംഗിയുള്ളതായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയത്തക്ക രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ മൗണ്ടെയിൻ ബാക്ക്ഗ്രൗണ്ടാണ്. മൗണ്ടെയിനോട് അതിനോട് ഒത്തിണങ്ങിയിട്ടുള്ളൊരിതാണ്. ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂവിൽ നിന്നിട്ടുള്ള സീനറിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിന് ചുറ്റും ഭയങ്കര വലിയ മൗണ്ടെയിൻസാണ്. ഇതെല്ലാം വെള്ളം പോയിട്ടുണ്ടായ വാദീസാണ് കേട്ടോ. അതിലെയാണ് ഇതിവിടെ വെള്ളം മഴ പെയ്ത് കഴിഞ്ഞിട്ട് കെട്ടിക്കിടന്നിട്ട് ഈ വാതിലിലൊഴുകി പോകും. ഇതാണ് ഷീസിൻ്റെ മേളിൽ നിന്നുള്ള, ഷീസ് പാർക്കിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ. ഒരു മജ്ലീസ് ഉണ്ട്, പാർക്കിംഗ് സൗകര്യമുണ്ട്. പക്ഷേ പെയ്ഡ് പാർക്കിംഗ് ആണ് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല, എല്ലാവർക്കും അറിയാൻ പറ്റും. പിന്നെ ഇത് ഒരു പാർക്കാണ്, കുട്ടികളുടെ പാർക്ക്. ഇതിന് ചുറ്റും റെസ്റ്റ് ഏരിയ ഉണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടവർക്ക് ഭക്ഷണം കഴിക്കാം, അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് കുറേ സ്റ്റെയേഴ്സാണ് ഇതിന് മുകളിലേക്ക് വയ്ക്കാൻ. പകുതി വരെ സ്ലോപ്പായിട്ടുള്ള വഴിയുണ്ട്. പിന്നെ ഇതുപോലെ പാറ കൊണ്ട് കെട്ടിയ സ്റ്റെയേഴ്സാണ്. അതിൻ്റെ 2 വശവും നല്ല ഭംഗിയായിട്ട് കെട്ടി തിരിച്ചിട്ടുണ്ട്. പാറ കൊണ്ട് തന്നെയുള്ള പില്ലറും അതുപോലെ വുഡ് കൊണ്ടുള്ള പില്ലറിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിള്ളേർ കുറച്ചൊക്കെ ടയേർഡാണ്, കാരണം ഇത്രയൊന്നും ഒരു നടക്കാറില്ലല്ലോ. ഇതൊരു നമുക്കൊരു 45 to 1 hour നടന്ന് കാണാനുള്ളതുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിന് ചുറ്റും നമുക്ക് ഇപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും എനിക്ക് എന്തുമാത്രം ഫീൽ ആയെന്നറിയാമോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ഈ ഷീസ് പാർക്കിനുള്ളിൽ കയറി കാണുന്നത്. ഇത് 2 സ്ഥലത്തും നല്ല ഗാർഡനൊക്കെയാണ്. ബോഗൻവില്ലാസ് ഒത്തിരി ഉണ്ട് അവിടെ, ഡിഫറെൻറ്റ് ടൈപ്സ്, ഡിഫറെൻറ്റ് കളേഴ്സ്. അപ്പം ബോഗൻവില്ലാസ് മാത്രമല്ല, പല ടൈപ്പിലുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ വിൻ്റർ ആയത് കാരണം എല്ലാം നല്ല പച്ചപ്പായിട്ട് ഇരിക്കുന്നുണ്ട്. സമ്മറിൽ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും, കാരണം ഈ മൗണ്ടനിൽ നിന്നൊക്കെ ഭയങ്കര ചൂട് വരും. ഇപ്പം തണുപ്പായത് കാരണം ഈ ഡിസംബറിൽ ഇത്ര വലിയ തണുപ്പൊന്നുമില്ല ഈ വർഷം 2024. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കൂളായിട്ട് നടന്ന് കാണാൻ പറ്റി. ആൾ നല്ല ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാണ്. പിള്ളേർക്ക് വെക്കേഷൻ ആണല്ലോ, അതുകൊണ്ട് ഒത്തിരി പാരൻസ് ഇപ്പോൾ വെക്കേഷൻ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിള്ളേരെ കൊണ്ട് പോകുന്നവർ കോർഫക്കാൻ വഴി പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷീസ് പാർക്കിൽ കയറാൻ മറക്കണ്ട. 5 ദിറംസേ ഉള്ളൂ എൻട്രി ടിക്കറ്റ്. കുട്ടികൾക്ക് ഫ്രീ ആണ്, 10 years ബിലോ ഫ്രീ ടിക്കറ്റാണ്. പിന്നെ അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺസ് നമുക്കില്ല കേട്ടോ, ലോക്കൽസിന് മാത്രം, സീനിയർ സിറ്റിസന് ഫ്രീ ആണ്. അല്ലാത്തവർക്ക് 5 ദിറംസേ ഉള്ളൂ. ലിമിറ്റില്ല, ടൈം ലിമിറ്റില്ല എന്നുള്ളതൊരു വലിയ കാര്യമാണ്. എൻട്രി ഫീസ് 1 time എൻട്രി ഫീസ് കൊടുത്താൽ 24 hours അണ്ടിൽ ദ പാർക്ക് ഓപ്പൺ. ആക്ച്വലി ഐ ഡോണ്ട് നോ അണ്ടിൽ വാട്ട് ടൈം. പാർക്ക് എപ്പോഴാണോ ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു എൻട്രി ടിക്കറ്റിൽ നമുക്ക് അതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റും. പിള്ളേരെ കളിപ്പിക്കാൻ നമുക്ക് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പോയാൽ കഴിക്കാൻ നമുക്ക് നല്ല സൗകര്യമുണ്ട്. അവിടെ ബാർബിക്യൂ ഒന്നും അലൗഡ് ഗൈസ്. അപ്പം നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ ഷീസ് പാർക്കിലേക്കുള്ള എൻട്രി ഫീസ് 5 ദിറംസാണ് ഒരാൾക്ക്. കിഡ്സിന് ഫ്രീ ആണ്, ബിലോ 10 years ഫ്രീ ആണ്.
അതുപോലെ 60 എബോവ് ഉള്ള സിറ്റിസൺസിന് ഫ്രീ ആണ്, പക്ഷേ ഓൺലി ലോക്കൽസിന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അതർ GCC കൺട്രീസിൽ. അവിടെ ചെന്നിരുന്നപ്പോൾ പാറയുടെ പൊള്ളും മറ്റുള്ള ആൾക്കാർ ഫോട്ടോ എടുക്കണം, ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനൊക്കെ കൊതിയായി. അതുപോലെ ഇന്നും മിന്നും ജോയിലും ഇന്നും മിന്നും, പിന്നെ അമ്മയുടെ കൂടെ ഒരു ഫോട്ടോ, പിന്നെ ഞാനും എൻ്റെ അമ്മച്ചിയും കൂടി ഒരു ഫോട്ടോ. അങ്ങനെ ഫോട്ടോ എടുക്കലിൻ്റെ ഒരു ബഹളമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ. അപ്പോൾ എല്ലാവരും കാണണം. UAE-യിലുള്ള എല്ലാവരും തീർച്ചയായിട്ടും പോകണം. അവിടെ നല്ല പാർക്കാണ് കുട്ടികൾക്കുള്ളത്, സിപ്പ് ലൈനൊക്കെ ഉണ്ട്. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ വിചാരിച്ച് പേടിയാവുമെന്ന്, അവർ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ചെയ്തിട്ടുള്ളവർ, ഇതുപോലെ സിപ്പ് ലൈനിൽ പാർക്കിൽ ഷീസ് പാർക്കിലൊക്കെ പോയിട്ടുള്ളവർ മറക്കാതെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു നല്ല വാക്ക് വേ ആണ് കേട്ടോ, നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. തീർച്ചയായിട്ടും പോവുക. ഒരിക്കൽ പോയാൽ പിന്നെ പോകരുതെന്നൊന്നുമില്ല. വെക്കേഷൻ കിട്ടുമ്പോൾ കോർപ്പക്കാൻ പോകുമ്പോൾ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. അവിടെ ടൈം ലിമിറ്റ് ഒന്നുമില്ല. എൻട്രി എഴുതാൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കാം. ഫുഡെല്ലാം കൊണ്ടുപോയിട്ട് അവിടെ ബാർബിക്യൂ ചെയ്യാനുള്ള പ്ലേസ് ഇല്ല, പക്ഷേ നമുക്ക് ഫുഡ് കൊണ്ടുപോയി ഇരുന്ന് കഴിക്കാനുള്ള റെസ്റ്റ് ഏരിയാസും വാഷ്റൂമും എല്ലാം ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് UAE-യിലുള്ള പാർക്കുകളൊക്കെ ആണെങ്കിൽ ഭയങ്കര നീറ്റാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. അത്രയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് എവിടെ നോക്കിയാലും അവിടെ ക്ലീനേഴ്സിനെ കാണുന്നുണ്ട്. ക്ലീനേഴ്സ് എപ്പോഴും നമ്മൾ എന്തെങ്കിലും കച്ചറകൾ എവിടെയെങ്കിലും ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കുറച്ച് സമയം കുറച്ച് ഗ്യാപ്പ് ഇടവിട്ട് ഇതുപോലെ വേസ്റ്റ് ബിൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കളയാനും എളുപ്പമാണ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇറ്റ് വാസ് സോ ഞങ്ങൾ ഇതിനു മുന്നേ ഒരിക്കൽ പോയിട്ടുണ്ട്, പക്ഷേ ഈവനിങ് ടൈമിലായിരുന്നു പോയിട്ടുള്ളത്. അത് വേറൊരു ആംബിയൻസ് ആണ്. ഇതിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് വേറൊരു ലെവലാണ്. അന്ന് ഈദിൻ്റെ ഹോളിഡേക്കാണ് പോയത്. അപ്പോൾ ഈദിൻ്റെ ഹോളിഡേയ്സിൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പോൾ UAE-യിലുള്ള വെക്കേഷനിലുള്ള ആൾക്കാരെ ഇപ്പോൾ പോകാൻ പറ്റിയില്ലെങ്കിൽ ഈ വിൻ്റർ സീസണിൽ എല്ലാവരും തീർച്ചയായിട്ടും പോവുക. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.